കന്നിപ്പേര് ഇത് മാക്സിമം അങ്ങനെ ഇത് സംഭവിക്കില്ല. സപ്പോസ് രണ്ടാം പേരുണ്ടെങ്കിൽ 4 കാമ്പ് ഗ്യാരണ്ടി കൊടുക്കും. മറുപടി ഇടും മുമ്പ് 12 കൊടുത്ത പശു ഒറ്റ കാമ്പ് പോയി അങ്ങനെ പറഞ്ഞു. അതിന്റെ മാറ്റം എന്തെങ്കിലും നമ്മൾ ചെയ്തു. തമിഴ്നാട് നിന്നും പശുക്കളെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് ഹൈബ്രിഡ് പശുക്കളെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എന്തായാലും വീഡിയോ എന്റെ പേര് മണികണ്ഠൻ. സ്ഥലം പൊള്ളാച്ചിയാ. നമ്മൾ പൊള്ളാച്ചി പിന്നെ ഉടമലപ്പേട്ട എല്ലാ ലൈനിൽ നിന്ന് പശുക്കൾ കേരളത്തിൽ ഇറക്കി കൊടുക്കുന്നുണ്ട്. തമിഴ്നാട് പക്ഷേ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പശുക്കളിന്റെ ഫാമിന്റെ പരിപാടികളെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പശുക്കൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. സ്കീമിലും നമ്മൾ സ്കീമിലും നമുക്ക് കൊടുക്കുന്ന പരിപാടി എല്ലാമേ ഉണ്ട്. നമ്മുടെ പ്രൈസ് റേഞ്ച് ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ? സ്റ്റാർട്ടിങ് ഇവിടെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു 60ന്റെ മുകളില് ഒരു 1,20,000 1,30,000 വരെയുള്ള പൈക്കലുണ്ട്. ഇത് വന്ന് നല്ല വലിയ പശുവാ. കന്നിപ്പേര് പ്രായത്തിലെ കന്നിപ്പേര് കടിഞ്ഞൽ പേര്. ഫസ്റ്റ് പ്രായം ഏകദേശം ഒരു 10 ദിവസം പിടിക്കും. പക്ഷെ നല്ല ഒരു 25 ലിറ്റർ കിട്ടുന്ന ടൈപ്പാ. നല്ല വലിയ അകട്, നല്ല മടിസെട്ട്, നല്ല കാമ്പ്, നല്ല നീ ചവിട്ടിനില്ല കണ്ടോ. കന്നിപ്പേര് ചില പൈക്കിൽ ചവിട്ടും പേടിക്കാൻ ഒന്നുമില്ലാതെ പശുവാ. നല്ല പിന്നുപില്ല് എല്ലാരും പിടിക്കാൻ നല്ല വലിയ ഹൈറ്റ് ഉണ്ട്. തൊട്ടടുത്ത് നിന്ന് കാണിക്കുന്നുണ്ട് കണ്ടോ. നല്ല എന്റെ ഹൈറ്റ് 5.7 5.7. നല്ല ഹൈറ്റ് വെയിറ്റ് ഇടപെട്ട നീളമുള്ള പശു. നല്ല വലിയ ഹൈടെക് ഫാമുക്ക് ഇതുപോലെ പശുക്കൾ കൊണ്ടുപോയാൽ ഒരു 10 പ്രായം കൂടെ കൊണ്ടുവന്ന് എടുത്താം. 10 പ്രായം കൂടെ നിർത്തി കിടക്കാം. അതുപോലെ പശുവാ. ഇത് ക്ലൈമറ്റും സെറ്റാണ് പശുവാ. വൈറ്റ് മെജോറിറ്റി കമ്മിയാ. അപ്പൊ വന്ന് ഇതുപോലെ പശു വന്ന് നല്ല ഹീറ്റ് ഉള്ള സ്ഥലത്തിലും സെറ്റ് ആവും. അതെ, അതുപോലെ പശു അത് മാക്സിമം ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ പ്രസവിക്കാം. നമ്മൾ അകടെ കണ്ടാലേ മനസ്സിലാക്കാം. അത്രേ ഉള്ളൂ അല്ലേ? 25 ലിറ്ററിലെ കിട്ടും. നമ്മൾ 22-23 ലിറ്റർ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അടുത്ത് നോക്കണ പശുവും കന്നിപ്പേര് തന്നെ. നല്ല ഹൈറ്റ് ഉണ്ട് കണ്ടോ. നല്ല ഹൈറ്റ്, നമ്മൾ ചെസ്റ്റ് ഹൈറ്റ് ഉണ്ട്. നല്ല ഉരുണ്ട പശു അല്ലേ? ഉരുണ്ട പശുവാ. നല്ല കൊമ്പ്, വെള്ള കൊമ്പ് കണ്ടോ. നല്ല കൊമ്പ്, വെള്ള കൊമ്പ്. നല്ല ഇത് കന്നിപ്പേര് തന്നെ. നല്ല പ്രായത്തിൽ കമ്മിയാണ് പശു. പ്രസവിക്കാൻ ഒരു 28-25 ദിവസം പിടിക്കും. കൃഷിയിൽ നിന്ന് ത്രൂവ കൊണ്ടുവന്ന പശുവാണ്. കൃഷിയിൽ നിന്ന് നമ്മൾ മാക്സിമം ഇവിടുത്തെ പശുക്കളെല്ലാമേ കൃഷിയിൽ ത്രൂവ വളർത്തുന്ന ത്രൂവ കൊണ്ടുവന്ന് നിർത്തി നമ്മൾ ക്ലൈമറ്റ് എല്ലാം സെറ്റാക്കി പിന്നെ നമ്മൾ ഫാമിക്കിലെ കൊടുക്കുന്ന പരിപാടിയാണ്. നല്ല പൂവാലിയാണല്ലോ. നല്ല കാമ്പ്, നല്ല തോകണ്ടോ. നല്ല തോകണ്ട്, അടിപൊളി. നല്ല അത്യാവശ്യം കുളമ്പ് എല്ലാമേ ഒന്നിനെ കുത്തം പറയാം. കാണിക്കും. സ്കിന്ന് ജസ്റ്റ് നല്ല ഹാർഡ് ഇല്ല കണ്ടോ. തോൽ നൈസ് ഉണ്ട്. തോലി നൈസ് ഉണ്ട്. നല്ല ഇത്തരത്തിലുള്ള പശുക്കളൊക്കെ വീടുകളിൽ കൊണ്ടായാലും അത്യാവശ്യം നല്ല പാല് കിട്ടും. ഉറപ്പായിട്ട് ഗ്യാരണ്ടിയായിട്ട് പാല് കിട്ടും. നല്ല ബ്രീഡുള്ള പശുക്കൾ എല്ലാം. ഇത് രണ്ടാം പേര്. പക്ഷെ ഇതും കണ്ടോ, തൊട്ടടുത്ത് നോക്കണ്ട. നല്ല ഹൈറ്റ് ഉണ്ട് കണ്ടോ. നല്ല ഹൈറ്റ് ഇടപെട്ട നീളം പൊക്കം എല്ലാത്തിലും ഉണ്ട്. ഇതും ഒന്ന് രണ്ടാം പേര്. നല്ല കാമ്പ്, നല്ല വൈറ്റ് കാമ്പ് താ. നല്ല പാൽ നരമ്പ് എല്ലാമേ ഉണ്ട്. HF ഇണത്തപ്പെട്ട പശുതാ. നല്ല തോൽ ഉണ്ട് കണ്ടോ. തോൽ ഇളക്കമുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ഒരു 20 ലിറ്റർ പറഞ്ഞേ കൊടുക്കാം. നമ്മൾ നല്ല അടച്ച മടിതാ. തൊങ്കും മടിയില്ല, നല്ല അടച്ച മടിതാ കണ്ടോ. ചവിട്ടണതോ ഒന്നും ചവിട്ടണില്ല കണ്ടോ. എല്ലാ കൃഷിയിലും ത്രൂവ കൊണ്ടുവന്ന് നമ്മ എല്ലാം ചവിട്ടണുണ്ടാ, കുത്തണുണ്ടാ, എല്ലാം കൂടി എത്തിയിട്ട് കൂടി എടുക്കണുണ്ടാ, എല്ലാം നമ്മൾ നോക്കിയതാ എടുത്ത് കൊടുക്കുന്നുണ്ട്. ചേട്ടാ അടുത്ത് ഇത് രണ്ടാം പേര് പശുതാം. ഇതും ഇടപെട്ട നീളമുണ്ട്. ഹൈറ്റില് കുറച്ച് കമ്മി, ഹൈറ്റ് കമ്മി. പക്ഷെ നല്ല ഇതും 20 ലിറ്ററിന്റെ മുകളിൽ കിട്ടും. ഇത് നല്ല കറുത്ത കാമ്പ് ഉണ്ടോ. നല്ല കരുങ്കാമ്പ്, നല്ല ഇടപെട്ട പിടിച്ചിട്ടൊന്നും യാതൊരു വിഷയമില്ല. ഒന്നും ചവിട്ടില്ല കണ്ടോ. ചവിട്ടുന്നത് കുത്തുന്നത് കണ്ടോ. ചവിട്ടുന്നതും ഇല്ല. പാൽ നിറമ്പുണ്ട്, മടി സെറ്റ് എല്ലാമേ ഉണ്ട് കണ്ടോ. ഒന്നും കുഴപ്പമില്ലാത്ത പശുവാണല്ല. 20 ലിറ്ററിന്റെ മുകളിൽ കിട്ടും. 20-25 ലിറ്ററിൽ കിട്ടും ടൈപ്പ്. അത് പ്രസവിച്ച പശു നമുക്ക് അറന്ന് നോക്കി എടുക്കാം. അത്യാവശ്യം പൂവാലിയാട്ടോ അത്. ചേട്ടൻ ഞങ്ങൾ എല്ലാമേ നോക്കിയെടുക്കും കണ്ടോ. എല്ലാം തമിഴ്നാട് വന്ന് തോക നോക്കും, ബാങ്ക് നീളം എല്ലാമേ നോക്കും. തമിഴ്നാടിന്റെ ആൾക്കും കേരളത്തെ ആൾക്കും നോക്കി എടുത്ത് വെക്കും. അടുത്തൊരു ജേഴ്സി ക്രോസ് ആണോ? അതേട്ടാ, ഇത് ജെർസി. നല്ല ഹൈറ്റ് ഉള്ള കണ്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് 20 ലിറ്റർ കിട്ടട്ടെ. 20 ലിറ്ററിന്റെ മുകളിൽ കിട്ടും. പക്ഷെ നമ്മൾ 20 ലിറ്റർ പറഞ്ഞു കൊടുക്കും. ചേട്ടാ ഇതും രണ്ടാം പേര് ടൈപ്പ് ഇതായിട്ടോ. രണ്ടാം പേര്. ഇത് മാക്സിമം 2 കന്നിപ്പേര്, രണ്ടാം പേര്, മൂന്നാം പേര് അങ്ങനെ കൊണ്ടുവന്ന് നിർത്തി വെക്കും. അതിന്റെ 4-5 അങ്ങനെ നിർത്തി വെക്കില്ല. അതിൽ വന്ന് ആരോഗ്യ കുറവാട് വരും. എത്രത്തോളം വരുന്നുണ്ട് എമൗണ്ട്? ചേട്ടാ ഇതെല്ലാം മാക്സിമം വന്ന് പശുനോട് ഒരു 80-85-90 റേഞ്ചിലെ പുറം ഞാൻ ഈ വിലയിൽ മേടിച്ച്. അതായത് നിങ്ങൾ ചോദിക്കുന്ന വിലയിൽ ഞങ്ങൾ ബാർഗിൻ പറഞ്ഞ് സംസാരിച്ച് കൊടുക്കും. അക്യൂറേറ്റാണ് വില പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മേടിക്കാതെ പശുവാ പറഞ്ഞല്ലേ. ഇതിൽ കച്ചവട ആൾക്കാരും മേടിക്കുന്നുണ്ട്. ഇതുപോലെ പശുവിൽ കച്ചവട ആൾക്കാർ മേടിക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് വില പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടാ അടുത്ത പശു ഇത് 3-ാം പേര് ടൈപ്പ്. ഇത് 3-ാം പേര് പ്രസവിക്കാനായ ടൈപ്പ് ഇതാ. ഇനി ഒരാഴ്ച പിടിക്കും. ഇനി ഒരാഴ്ച കമ്മിയിലാൻ പിടിക്കും. നല്ല ആകട്, നല്ല മടി സെറ്റ് എല്ലാം വരും. ഇത് 20 ലിറ്റർ കമ്മിയിലാൻ കിട്ടാ. 20 ലിറ്റർ 20 ലിറ്റർ ഉറപ്പായിട്ട്. നല്ല വലിയ സൈസിലെ പെരുസത. ഇതിന്റെ കളർ കോമ്പോ ഒക്കെ അടിപൊളിയാണല്ലോ.
ബ്ലാക്കും പിന്നെ ഒരു ബ്രൗണും കൂടി അല്ലേ? ஒயிட் கொம்புல ஒயிட் மெஜாரிட்டி தான். ஆனா மூணாம் பேர் செம்புத்துல 3 கலர், செம்புத்து ബ്ലാക്ക് വൈറ്റ് അങ്ങനെ 3 കളർ ഉണ്ട്. അധികം വന്ന് തമിഴ്നാട്ടിൽ വന്ന് ഓപ്പൺ ആയിട്ട് ചെനപ്പക്കിൽ തന്നെ ഉണ്ടാവും. ഇത് HF എണ്ണപ്പെട്ട പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട് കണ്ടോ. എത്രാമത്തെ ചേട്ടാ ഇത് രണ്ടാം പേര്. ഇത് രണ്ടാം പേര്. ആരോഗ്യം കേട്ടോ അല്ലേ? നല്ല ആരോഗ്യത്തിലുണ്ട് കേട്ടാ. നല്ല എല്ലാമേ ഉണ്ട് ചേട്ടാ. ഇതും രണ്ടാം പേര് ടൈപ്പ് ഇതാ. ഇത് കുറച്ച് മീഡിയം സൈസ്, നല്ല വലുപ്പം പറയാൻ പറ്റും. മീഡിയം സൈസ് പശു. പക്ഷേ മീഡിയത്തിലുണ്ടാകും വിഷയത്തിലുണ്ട്. വിഷയം പറഞ്ഞാൽ ഒരു 20 ലിറ്റർ കിട്ടും ടൈപ്പ് ഇതാ കണ്ടോ. എത്രാമത്തേത്? രണ്ടാം പേര്. വാഴത്തോക എല്ലാമേ ഉണ്ട്. മടി സെറ്റ് എല്ലാമേ ഉണ്ട് കണ്ടോ. നീരുള്ള പശു, നല്ല കറക്കണ പശു കണ്ടോ. കറുത്ത കാമ്പ് എല്ലാമേ, പാൽ നറമ്പ് എല്ലാമേ ഉണ്ട് പശു. രണ്ടാം പേര് കണ്ടോ. ഒരു മീഡിയം സൈസ്, ഒരു നോർമലാണ് റേഞ്ചിൽ. ആൾക്കങ്ങനെ പേടിയൊന്നും ഇല്ലാത്ത, ഒന്നും പേടിയില്ല കേട്ടാ. ചവിട്ടുന്നത് കുത്തുന്നത് എല്ലാമേ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. കൈ കൊണ്ട് നമ്മളെ പിടിച്ചത് കാണിക്കുന്നുണ്ട്. കൊമ്പും കൊണ്ട് നമ്മൾ ഇത് കൈരും കൊണ്ട് പിടിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെ ഹൈറ്റ് പൊക്കെ എല്ലാമേ നിങ്ങൾക്ക് നേരിട്ട് കാണിക്കുന്നുണ്ട്. അടുത്തൊരു അടിപൊളി പശുവാണല്ലോ ചേട്ടാ. ഇത് സൂപ്പർ ആയിട്ട് അടിപൊളി ഹൈബ്രിഡ് പശു അല്ലേ? ഞാൻ കണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന എത്ര ഹൈറ്റ് ഉണ്ട്. എന്റെ പൊക്കമുണ്ട്. ഷോൾഡർ ലെവൽ ഉണ്ട് നമ്മുടെ ചേട്ടാ. കണ്ട ഞാൻ നേരിട്ട് ഫുൾ നോക്ക്, ഫുൾ ആയിട്ട് ഞാൻ നിൽക്കുന്നത്. എന്റെ പൊക്കമുണ്ട് പശു. നല്ല ബ്രീഡിൽ ഇണത്ത പശുവാ. പ്രായത്തിൽ എന്ത് അറിയോ? ഏറ്റവും വൈറ്റ് ഉണ്ട് അല്ലേ? അതെ. ഇത് ഒന്ന് രണ്ടാം പേരോ മൂന്നാം പേരോ ഇല്ല. കന്നി പേര് കടിഞ്ഞ കന്നിയാണ്. ഇതാ പറഞ്ഞ ഇതെല്ലാം കുറച്ച് 1 ലക്ഷത്തിന്റെ മുകളിൽ വരും പശു. നല്ല പെൻസിൽ കാമ്പൊക്കെയാണ്. കന്നി പേരില് 27 അങ്ങനെ കിട്ടും ടൈപ്പാണ്. 25 ലിറ്ററിന്റെ മുകളിൽ കിട്ടും. പ്രസവിക്കാണ് ഒരു 15 ദിവസം ഗ്യാപ്പ് ഉണ്ട്. കൂച്ചമില്ല കണ്ടോ. ഞാൻ ഇരുന്ന് കാണിക്കാം കണ്ടോ. കാമ്പല പിടിച്ച് കാണിക്കുന്നുണ്ട്. ചവിട്ടണത് കുത്തുന്നത് കാമ്പിലെ പാല് ഇറങ്ങിയിട്ടില്ല. മനസ്സിലാക്കോ. ഇനി ഒരു 10 to 15 ദിവസം പിടിക്കും. നല്ല വലിയ പശുവാണ്. 25 ലിറ്റർ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും ടൈപ്പ്. അത് ഇപ്പൊ വന്ന് വയനാട് ലൈനിലെ വലിയ പശുക്കൾ മേടിക്കുന്ന ആൾക്കാരെല്ലാം. അതുപോലെ ആൾക്കാർ കണ്ടോ ഇതുപോലെ പശുക്കൾ സെറ്റാവും. ഇതെല്ലാം വന്ന് കൊണ്ടുപോയി മേടിച്ച് നിർത്തിയാളും നമ്മള് രണ്ടാം പേരിൽ അതിന്റെ പോയിട്ട് ഈ ഫസ്റ്റ് പേരിൽ ഇട്ട പൈസ പോവില്ല. ഇവിടെ തമിഴ്നാട്ടിൽ വന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു 10 പേരും കൂടെ നിർത്തി വെക്കും. പക്ഷെ നിങ്ങൾ കേരളത്തിൽ ചേന പിടിക്കാത്ത ബസ്സിൽ ആൾക്കാർ ഫോട്ടോ കൊടുക്കും. നമ്മൾ അങ്ങനെ ഇല്ല. അത് ചേന പിടിക്കാൻ ഏത് രീതിയോ അത് നോക്കി ഞങ്ങൾ ചേന പിടിപ്പിച്ച് നല്ല പശു, അടിപൊളി പശു കണ്ടോ. കൂച്ചമില്ല. കന്നി പശുവിനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട് കണ്ടോ. ഇനി ഫുൾ അകട് വരും. ഈ തൊലി ഫുള്ളായിട്ട് വരും. ഫുൾ അകട് ഇത് നിറഞ്ഞു വരും. ഇതിപ്പോ ഒരു 7 മാസം 8 മാസം കറന്നിട്ട് നിങ്ങൾ പകുതി കറവില കൊടുത്താലും ഈ പശു കുറഞ്ഞത് 70,000 ആവും. അത്യാവശ്യം ഒരു 1 lakh ആകുമേട്ടാ. അതാണ് നമ്മ ഉറപ്പായിട്ട് പറയുന്നത്. 1 lakh മുകളിലാണ് ചേട്ടാ. ഇത് കന്നി പേര് ഫസ്റ്റ് പേര് നല്ല വലിയ പശുവാ. സൂപ്പർ പശുവാണല്ലോ. പ്രസവിക്കാറായിട്ടെന്ന് തോന്നുന്നല്ലോ. പ്രസവിക്കാനായി. നമ്മ ചെസ്റ്റ് ഹൈറ്റ് ഉണ്ട്. ഓ അങ്ങനെ അല്ലേ. നല്ല മടി സെറ്റ്, നല്ല കാമ്പ്, എല്ലാം ബട്ടൺ കാമ്പ് പറയും. ബട്ടൺ കാമ്പ് അല്ലേ? ബട്ടൺ കാമ്പ് പറയും കേട്ടോ. ഇച്ചിരി വലിയ കാമ്പാട്ടോ. കാമ്പ് നല്ല മുളയെ കണ്ണി പേരട്ടാ. കണ്ണി പേരെ പറയാൻ പറ്റില്ല. അതുപോലെ ടൈപ്പ് വെള്ള കൊമ്പ് കണ്ടോ. കൊമ്പ് വെള്ളയാണ്. പിന്നെ കൊമ്പ് വെള്ള കുളമ്പ് വെള്ളയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശു കൂടുതൽ ബ്ലാക്ക് ഏന്നാ ഞങ്ങൾ വന്ന് കേരളത്തിൽ വന്ന് ക്ലൈമറ്റ് സെറ്റ് ആണ്. ക്ലൈമറ്റ് സെറ്റ് ആണ് പോലെ ഞങ്ങൾ മേടിച്ച് നിർത്തി. ഒന്ന് ബ്രീഡ് പശു ഉണ്ട് കണ്ടോ. അതൊന്ന് ഈ കുറച്ച് ചൂട് കമ്മിയാണ് സ്ഥലത്തുള്ള സെറ്റ് ആവും. ഇതെല്ലാം വന്ന് ചൂടുള്ള സ്ഥലത്തിലും സെറ്റ് ആവും. കിതക്കെടുക്കുന്നുണ്ടോ. ഇപ്പൊ വെയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എത്രത്തോളം ചൂടുണ്ടായിട്ടും അല്ലേ? ചൂടുണ്ട്. ഇപ്പൊ കിതപ്പുണ്ടോ? കിതപ്പേ ഇല്ല. ഇപ്പൊ നിങ്ങൾ നേരിട്ട് വരാതെ പറ്റുള്ള ചില ആൾക്കാർ ഓർഡർ ചോദിക്കും. ഓർഡറിന് വരാൻ പറ്റില്ല പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എല്ലാമേ കാണിച്ചു കൊടുക്കും. പശു കണ്ടോ നടത്തുന്നത് നോക്കിക്കോ. കാലിൽ എന്തെങ്കിലും മുറിയുണ്ടാ, പശു ചവിട്ടിനുണ്ടാ, കുത്തനുണ്ടാ, വെള്ളം കൂടി തീട്ട കൂടി എല്ലാമേ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ കയറ്റി വിടും. ആ രീതിയും ഉണ്ട്. നമ്മളെ കയറ്റി വിടുന്ന പരിപാടിയും ഉണ്ട്. വാട്സപ്പിൽ വീഡിയോ അയച്ചു കൊടുത്തിട്ട് വീഡിയോ അയച്ചു കൊടുക്കട്ടാ. പ്രസവിച്ച പശു നിങ്ങൾ കറന്ന് കാണിച്ചു കൊടുക്കും. ചെന പശു നിങ്ങൾ നാളുകാമ പിളിഞ്ഞ് കാണിച്ചു കൊടുക്കും. കന്നിപ്പേരൊക്കെ നമ്മൾ പിണിയാൻ പറ്റില്ല. അതെ. രണ്ടാം പേരെ മൂന്നാം പേരെ ആകുമ്പോൾ പിളിഞ്ഞ് കറന്ന് എല്ലാമേ നിങ്ങൾ ഏത് നോക്കുന്നുണ്ടോ വീഡിയോക്കെല്ലാം പറഞ്ഞ ചേട്ടാ ഇത് കാണിക്കുന്നു പറഞ്ഞ പശുവിന്റെ തൊട്ടടുത്ത് നിന്ന് കാണിക്കും. ഹൈറ്റ് കാണിക്കും, വെയിറ്റ് കാണിക്കും. പശു ചവിട്ടനുണ്ടാ, കുത്തനുണ്ടാ, എല്ലാമേ കാണിച്ചു കൊടുക്കും. ശരി. അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ വാങ്ങാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു ചേട്ടാ? ഇപ്പൊ ഒന്ന് 2 രീതിയുണ്ട്. ഇപ്പൊ കേരളത്തെ ആൾക്കാരും നേരിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. നേരിട്ട് വന്ന് നോക്കി എല്ലാമേ നോക്കി എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ നേരിട്ട് വരാതെ പക്ഷേ ഫോൺ കൂടി കണ്ടെടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഫോൺ വഴി വീഡിയോ കണ്ടിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ സംസാരിച്ച പശുവിന്റെ എല്ലാമേ കാണിച്ചു കൊടുക്കും. കാണിച്ചിട്ട് ആ സ്പോട്ടില് നിങ്ങൾ ഇതിന്റെ വിലേന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് ഇത് സെറ്റ് ആക്കണം, അഡ്വാൻസ് കൊടുത്താൽ എടുത്തി വെക്കും. അപ്പോൾ ഒരു 3 വർഷം 5 വർഷം ISSL ഒരു മിനിമം 3 വർഷം ISSL ഒരു വണ്ടി പൊടിച്ച് കയറ്റുമ്പോൾ ഫുൾ പേയ്മെന്റ് ഇല്ല, പകുതി എമൗണ്ട് വെച്ച് അയച്ചാൽ മതി. ബാലൻസ് അവിടെ എത്തിയിട്ട് കൊടുത്താലും മതി. അങ്ങനെയാണോ?
അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. നേരിട്ട് വന്നാൽ എല്ലാം നോക്കി പേപ്പറും കാര്യമൊക്കെ എല്ലാം റെഡി ആയി. പേപ്പറിന്റെ കാര്യങ്ങൾ അതിൽ ഗ്യാരണ്ടി ആയിട്ട് ചെയ്ത് കൊടുക്കും. പേപ്പർ, ചെക്ക് പോസ്റ്റ് ബില്ല്, വണ്ടിയുള്ള സേഫ്റ്റിയാണ് വണ്ടി ഉണ്ടാവും. കൂടുള്ള വണ്ടി പശുക്കൾ മട്ടും ഓടിക്കുന്ന വണ്ടിയാണ് ഉണ്ടാവും. ഈ ഓപ്പൺ വണ്ടിയിലല്ല താഴത്ത് വന്ന് ചകിരിട്ട് മാറ്റിട്ട് അതുപോലെ കൊണ്ടുവന്ന് ഇറക്കണ സാധനമാണ് ഉണ്ടാവും. പശു സേഫ് ആയിട്ട് സേഫ്റ്റി ദ മസ്റ്റ്. അത് വന്ന് ഇവിടെ മേടിക്കുന്ന പശുക്കൾ വന്ന് നമ്മൾ 1 ലക്ഷം കൊടുത്ത് ഒരു പശു മേടിക്കുന്നുണ്ട്, എക്സാമ്പിൾ പറയാം. അത് വണ്ടിക്ക് നമ്മൾ വന്ന് പൈസ കൂട്ടി കൊടുത്ത് മേടിക്കാതെ ആൾക്കാരും ഉണ്ട്. അപ്പൊ നല്ല പശുക്കൾ വന്ന് ഞങ്ങൾ സേഫ്റ്റി ആയിട്ട് കൊണ്ട് എത്തിക്കുന്ന പരിപാടി നമ്മൾ ചെയ്തു. തമിഴ്നാട്ടിൽ വന്ന് നോക്കാണ് കൂടുതലായിട്ട് ഉണ്ടാവും. ഒറ്റ ദിവസം ഫിക്സഡ് ആയിട്ട് വന്നാൽ മാക്സിമം 300-400 പശുക്കളും കൂടെ നോക്കി മാക്സിമം ഇത് ത്രൂ വന്ന് കൃഷികളിൽ നിന്ന് വന്ന പശുക്കളെ വളർത്തുന്ന ആളടുത്ത് എടുത്തണം പശുക്കള. ഒരു വീടുകളെ കുടിയാത്ത ആളടുത്ത് നിന്ന് വാള എടുത്ത പശുക്കള് എടുത്ത് കൊണ്ടുവന്ന് നിർത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ട് നമ്മൾ എല്ലാമേ നേരിട്ട് നോക്കാം. പശു വെള്ളം കുടിക്കണുണ്ടാ, തീറ്റ എടുക്കണുണ്ടാ, പശു 4 കാമ്പുണ്ടാ, അപ്പൊ എല്ലാമേ നോക്കി കറക്കണുണ്ടാ, പിടിക്കണുണ്ടാ, എല്ലാം നോക്കി നമ്മൾ എടുക്കാം. അല്ല അത് ധൈര്യത്തിൽ എടുക്കാം. ഇവിടെ വന്ന് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാം. മാക്സിമം കൂടുതലായിട്ട് വന്ന് കേരളത്തിൽ വന്ന് വളർപ്പ് ആൾക്കാരുടെ കൂടുതലാണ്, കൊടുക്കുന്ന ആൾക്കാർ കമ്മി. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നിന്ന് പോകുന്ന പശുക്കൾ എല്ലാമേ കേരളത്തിൽ പോയി സെയിൽസ് ആക്കുന്നുണ്ട്. അപ്പൊ അവിടെ കാട്ടിലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു 5000 നിന്ന് ഒരു 7000 വരയ്ക്ക് താല്പിച്ചെടുക്കാം. നിങ്ങൾ പശു എടുക്കുന്ന ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് തമിഴ്നാട് വന്നോളൂ. തമിഴ്നാട് വന്നാൽ പൊള്ളാച്ചി നമ്മളെ സ്ഥലം. പൊള്ളാച്ചിയിൽ പൈക്കലുണ്ടാവും, മുടമൽപ്പട്ട, അങ്ങനെ എല്ലാ കൃഷിയിലും നോക്കിയാൽ നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. മാക്സിമം ഗ്യാരണ്ടി. ഇപ്പൊ ചേന പൈക്കൾക്ക് 4 കാമ്പ് ഗ്യാരണ്ടി കൊടുക്കാം. ഈ ചേന പൈസ ഇത് കന്നിപ്പേര് ഇത് മാക്സിമം അങ്ങനെ ഇത് സംഭവിക്കില്ല. സപ്പോസ് 2ാം പേരുണ്ടെങ്കിൽ 4 കാമ്പ് ഗ്യാരണ്ടി കൊടുക്കാം. സപ്പോസ് ഒരു കാമ്പ് ഫാൾട്ടായി പോയി, ഒറ്റ കാമ്പ് വന്ന് പാല് വരുന്നില്ല, പശു പ്രസവിച്ചിട്ട് മറുപിലിടും. മറുപിലിടും മുമ്പ് മനേണ്ട കൊടുത്ത പശു ഒറ്റ കാമ്പ് പോയി അങ്ങനെ പറഞ്ഞാൽ അതിന്റെ മാറ്റം എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും. വേറെ പശുക്കളോ അല്ലെങ്കിൽ പൈസന്റെ അഡ്ജസ്റ്റ്മെന്റോ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഇത് ഈ പശു 25 ലിറ്റർ പാലും പറഞ്ഞിട്ട് ഈ പശു ഒരു 15 ലിറ്റർ പാലുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കാം. അങ്ങനെയാണോ? അങ്ങനെ എടുക്കാം. ശരി. അപ്പൊ കോൺടാക്ട് ചെയ്തപ്പോ എന്ത് ചെയ്യണ്ടേ? കോൺടാക്ട് ഉണ്ടെങ്കിൽ നമ്മൾ പിടിക്കും, നമ്മൾ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ ഫോൺ വിളിച്ച് മുൻകൂട്ടിയെ ചോദിക്കണം. അവിടെ നിന്ന് നേരിട്ട് കയറിയിട്ട് വന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഡെയിലി നമ്മൾക്ക് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വിളിക്കണം മുൻകൂട്ടിയെ. എത്ര പൈക്കൽ അവിടെ ഉണ്ട്, എത്ര പൈക്കൽ പ്രസവിച്ച പൈക്കലുണ്ട്, എത്ര പൈക്കൽ ചേന പൈക്കലുണ്ട്, ഏത് റേഞ്ചിലുണ്ട് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അതിന്റെ കാര്യം എല്ലാം പറഞ്ഞു കൊടുക്കും. കാരണം ഡെയിലി പുറത്ത് ഇറങ്ങുന്നുണ്ട്. പുറത്തുണ്ടെങ്കിൽ പശുക്കൾ നമ്മൾക്ക് എല്ലാം അറിയും. ഇവിടെ ഈ പൊള്ളാച്ചിയിൽ എത്ര പൈക്കലുണ്ട്, ഉടമ്പട്ട ലൈനിൽ എത്ര പൈക്കലുണ്ട്, അങ്ങനെ നമുക്ക് എല്ലാം അറിയും. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത്ര പശുക്കളുണ്ട്, പ്രസവിച്ച പശുക്കളുണ്ട്, ചേന പൈക്കലുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കും. പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുക ചേട്ടാ എത്ര വന്ന ഏത് റേഞ്ചിൽ മേടിക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞാൽ ആ റേഞ്ചിന്റെ കാര്യം പറഞ്ഞു കൊടുക്കും. ഈ റേഞ്ചിൽ അങ്ങനെ. അപ്പൊ നിങ്ങൾ പുറത്ത് ഇറങ്ങി വന്നാൽ മതി. നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ത്രൂ അവിടെ നിന്ന് കാറ് കയറി വരണ അവസ്ഥയില്ല. അവിടെ നിന്ന് ട്രെയിന് കയറി പൊള്ളാച്ചി വന്നാൽ മതി. എൻ്റെ അടുത്തിലെ കാറുണ്ട്. അതിന്റെ എണ്ണ പൈസ മറ്റും കൊടുത്താൽ മതി. അപ്പൊ പുറത്ത് തിരിഞ്ഞ് മേടിക്കണ എണ്ണന്റെ പൈസ മറ്റും കൊടുത്താൽ മതി. അവിടെ മൊത്തം വേറെ ഒന്നും കൊടുക്കുന്ന അവസ്ഥയില്ല. ഞാൻ ശരി.